മഞ്ഞ് വീഴുന്ന ടിബറ്റൻ മലനിരകളിൽ ഒരു മഹായോഗി തപസ്സിരുന്നു. അദ്ദേഹം മന്ത്രതന്ത്ര വിദ്യകൾ പ്രയോഗിക്കുന്നതിൽ വളരെ പേരുകേട്ടവനായി മാറി. പിൽക്കാലത്ത് അദ്ദേഹം മഹായോഗിയായി തീർന്നു. മലകൾക്ക് മുകളിലൂടെ പറക്കാനും അദൃശ്യനാവാനും കഴിവുള്ള സാക്ഷാൽ മിലാരെപ്പയുടെ കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. ടിബറ്റിലെ മലനിരകൾക്കിടയിലുള്ള ഒരു മനോഹര ഗ്രാമത്തിലാണ് ഈ മിലാരെപ്പ ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെയധികം സമ്പന്നമായിരുന്നു. അച്ഛനും അമ്മയും ഒരു അനിയത്തിയുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കുട്ടിക്കാലത്ത് അദ്ദേഹം അറിയപ്പെടുന്നത് തുപ്പാക എന്ന പേരിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടിയാണ്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരൻ സ്വത്തുക്കളെല്ലാം കൈവശപ്പെടുത്തുകയും അവരെ അടിമകളാക്കി വയ്ക്കുകയും ചെയ്യുകയാണ്. അമ്മയും സഹോദരിയും പിന്നീട് അടിമപ്പണിയെടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കുട്ടിയായ തുപ്പാക വളരെ ദയനീയ അവസ്ഥയോടെ നോക്കിക്കാണുന്നു. പക്ഷേ അവന് പ്രതികരിക്കാനോ ഒന്നും ചെയ്യാനോ സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവൻ പലപ്പോഴും അവൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിച്ചു. കാലങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും ഇങ്ങനെ പേടിച്ചിരിക്കരുത്. നീ ഒരു പുരുഷനാണെങ്കിൽ തീർച്ചയായും നിന്റെ അച്ഛനെ കൊന്നവരോട് പക തീർക്കണം. അപ്പോഴാണ് തുപ്പാക ആ സത്യം മനസ്സിലാക്കുന്നത്. അവൻ്റെ അച്ഛനെ കൊന്നത് അവൻ്റെ ബന്ധുക്കളും ആ ഗ്രാമത്തിലുള്ള ചിലരും അവൻ്റെ അച്ഛൻ്റെ സഹോദരനും ചേർന്ന. വ്യാപാരിയായ അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ധനം മോഷ്ടിച്ചെടുക്കാനായിരുന്നു അവരിങ്ങനെ ചെയ്തത്. അമ്മയുടെ ആഗ്രഹപ്രകാരം അവൻ പ്രതികരിക്കാനായിട്ട് തീരുമാനിച്ചു. ശക്തരായവരോട് പ്രതികരിക്കുക ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവൻ ആ ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരേക്ക് പോയി. വജ്രയാന ബുദ്ധമതത്തിലായിരുന്നു തുപ്പാക ജനിച്ചത്. ബുദ്ധമതം പണ്ട് കാലത്ത് മഹായാനം, ഹീനയാനം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു. ഇതിൽ മഹായാന ബുദ്ധമതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് വജ്രയാന ബുദ്ധമതം എന്ന് പറയുന്നത്. ഇതിൽ തന്ത്രമന്ത്ര വിദ്യകൾ അടങ്ങിയിരിക്കുന്നു. ഗ്രാമത്തിൽ നിന്ന് വളരെ അകലേക്ക് പോയ തുപ്പാക ഒരു മഹാമാന്ത്രികനെ കണ്ടെത്തുന്നു. മന്ത്രതന്ത്ര വിദ്യകൾ അവൻ പരിശീലിക്കാനായിട്ട് തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളും, ആഴ്ചകൾ മാസങ്ങളും, മാസങ്ങൾ വർഷങ്ങളുമായി. കൊച്ചുകുട്ടിയായിരുന്ന തുപ്പാക ഒരു യുവാവായി മാറി. അവൻ പിന്നീട് മിലാരെപ്പ എന്നറിയപ്പെടാൻ തുടങ്ങി. സകല മന്ത്രതന്ത്ര വിദ്യകളും പഠിച്ച അവ പരിശീലിക്കാനായി മലമുകളിലേക്ക് പോയി. പ്രകൃതിയിലെ എല്ലാ ശക്തികളെയും അവൻ നിയന്ത്രിക്കാൻ പഠിച്ചു. അതുമാത്രമല്ല, ആരെയും ഒരു നോട്ടം കൊണ്ട് പോലും നിയന്ത്രിക്കാനും കൊല്ലാനും അവൻ കഴിവാർജിച്ചിരുന്നു. എല്ലാ പകയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ്റെ ഗ്രാമത്തിലേക്ക് വന്നു. അന്ന് ആ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ ശാന്തരായി ഉറങ്ങുകയായിരുന്നു. അവർ ഒരിക്കലും വിചാരിച്ചില്ല ആ ഗ്രാമത്തിലേക്ക് വലിയൊരു വിപത്ത് വരാൻ പോവുകയാണ്. ഗ്രാമത്തിന് മുകളിൽ കറുത്ത മേഘങ്ങൾ ഉറഞ്ഞുകൂടാനായിട്ട് തുടങ്ങി. ആകാശത്തു നിന്നും മിന്നൽ താഴേക്ക് പതിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരായി വീട്ടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നു. അവർ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് വായുവിൽ നിൽക്കുന്ന രാക്ഷസരൂപിയായ മിലാരെപ്പയാണ്. അവർക്ക് മിലാരെപ്പയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവർ രാക്ഷസനെന്ന് തെറ്റിദ്ധരിച്ച് എല്ലാവരും ഓടാനായിട്ട് തുടങ്ങി. മിലാരെപ്പ ഓരോരുത്തരെയായി അവൻ്റെ മന്ത്രവിദ്യകൾ പ്രയോഗിച്ച് കൊല്ലാനായിട്ട് തുടങ്ങി. കൂട്ടത്തിൽ അവൻ്റെ പിതൃ സഹോദരനെയും അവൻ കൊന്നു. എല്ലാ പകയും എരിഞ്ഞടങ്ങിയിട്ടും ആ ഗ്രാമം മുഴുവൻ അവൻ അഗ്നിക്കിരയാക്കി. അതോടുകൂടി മിലാരെപ്പയുടെ അമ്മയ്ക്കും മനസ്സിന് ശാന്തി ലഭിച്ചു. ഇത്രയൊക്കെ ചെയ്തിട്ടും മിലാരെപ്പയ്ക്ക് ഒരു സന്തോഷവും ലഭിച്ചില്ല. മലയുടെ മുകളിലിരുന്നു കൊണ്ട് തൻ്റെ ഗ്രാമം കത്തിയെരിയുന്നത് അവൻ കണ്ടുകൊണ്ടേയിരുന്നു. എന്തിനു വേണ്ടിയാണ് താൻ ഇത്രയധികം അറിവ് നേടിയത്? മറ്റുള്ളവരെ കൊന്നൊടുക്കാനോ എന്നൊരു ചിന്ത എപ്പോഴും മിലാരെപ്പയ്ക്കുണ്ടായിരുന്നു. ആത്മശാന്തിക്ക് വേണ്ടി അവൻ അമ്മയോട് സഹായം ചോദിച്ചു. അമ്മ പറഞ്ഞു, നീ ഒരു ഗുരുവിനെ കണ്ടെത്തി നിന്റെ പ്രശ്നങ്ങളെല്ലാം ഏറ്റുപറയണമെന്ന്. മിലാരെപ്പ അവൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു. ഒരു മന്ത്രവാദിയായിരുന്ന അവൻ ഒരു മനുഷ്യനിലേക്ക് മാറാൻ തുടങ്ങിയിരുന്നു. അതൊരു യാത്രയായിരുന്നു, ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര, ദൈവത്തിനെ തേടിയുള്ള യാത്ര. നമുക്കറിയാം, കൂരിരുട്ടിൻ്റെ അവസാനം പ്രകാശമായിരിക്കും. മിലാരെപ്പ ആ ഒരു പ്രകാശത്തിനെ തേടി യാത്ര പുറപ്പെട്ടു. പല ഗുരുക്കന്മാരെയും അവൻ കണ്ടെത്താനായിട്ട് തുടങ്ങി. പക്ഷെ ആരും അവനെ സഹായിക്കാൻ തയ്യാറായതേയില്ല. ഒടുവിൽ അവസാനം അവൻ ചെന്നെത്തിയത് മാർപ്പ എന്ന ഒരു വിശുദ്ധൻ്റെ അടുത്താണ്. അദ്ദേഹം ധ്യാനിക്കുന്ന സ്ഥലത്തേക്ക് മിലാരെപ്പ കടന്നു ചെന്നു. സാഷ്ടാംഗം പ്രണമിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ മിലാരെപ്പയുടെ ദുഷ്ടചിന്തകളെയും കർമ്മങ്ങളെയും തിരിച്ചറിയുന്ന മാർപ്പ
അവനെ അവിടെ നിന്ന് പുറത്തു പോകാൻ ആജ്ഞാപിച്ചു. പക്ഷേ മിലാരപ്പ അവിടെ നിന്ന് പോകാൻ തയ്യാറായില്ല. എങ്കിലും ഗുരുവിനെ പേടിച്ച് അവൻ പുറത്തേക്ക് കടന്നു. നിന്നെപ്പോലെയുള്ള പാപികൾക്ക് കടന്നു വരാനുള്ള സ്ഥലമല്ല ഇതെന്നും ഇവിടെ നിന്ന് പോകാനും അദ്ദേഹം ദേഷ്യത്തോടെ മിലാരപ്പയോട് കൽപ്പിച്ചു. എങ്കിലും മിലാരപ്പ അതിന് തയ്യാറായില്ല. അവനറിയാമായിരുന്നു അവൻ്റെ അവസാനത്തെ ആശ്രയം മാർപ്പ എന്ന ആ ഗുരുവാണെന്ന്. മാർപ്പ മിലാരപ്പയെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. മിലാരപ്പ അവിടെ നിന്ന് പോകാൻ തയ്യാറായതേയില്ല. ഒടുവിൽ മാർപ്പ മിലാരപ്പയ്ക്ക് ചില ആജ്ഞകൾ കൊടുത്തു. നീ മലയുടെ മുകളിൽ ആ ഭാഗത്തൊരു വലിയ വീട് കെട്ടണമെന്ന് പറഞ്ഞു. പക്ഷേ സ്വന്തമായിട്ട് വേണം കെട്ടാൻ എന്ന് പ്രത്യേകം അദ്ദേഹം സൂചിപ്പിച്ചു. ഓരോ കട്ടയും ഉണ്ടാക്കി പ്രത്യേകം വെച്ച് വേണം വീട് കെട്ടാനായിട്ട്. മിലാരപ്പ ആ വീടിന്റെ നിർമ്മാണം തുടങ്ങി. കുറച്ച് നാളുകൾ കൊണ്ട് മിലാരപ്പ അത് നിർമ്മിച്ചു. അവിടെ എത്തിയ ഗുരു ആ വീട് ഉടനെ തന്നെ പൊളിക്കണമെന്ന് മിലാരപ്പയോട് കൽപ്പിച്ചു. പക്ഷേ ഓരോ കട്ടയായിട്ട് വേണം ഇളക്കി മാറ്റാനെന്നും പറഞ്ഞു. മിലാരപ്പ ഓരോ കട്ടയായി ഇളക്കി ആ വീട് പൊളിച്ചു വെച്ചു. അപ്പോൾ ഗുരു മറ്റൊരിടത്ത് ഇതുപോലെയുള്ള ഒരു വീട് കെട്ടണമെന്ന് ആജ്ഞാപിക്കുന്നു. മിലാരപ്പ അവിടെയും ഒരു വീട് കെട്ടി. അതും പൊളിക്കാൻ ഗുരു പറയുന്നു. ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. മാസങ്ങൾ കഴിഞ്ഞുപോയി. മിലാരപ്പ മനസ്സുകൊണ്ട് വളരെയധികം വിഷമിക്കാനായിട്ട് തുടങ്ങി. അദ്ദേഹം ഗുരുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല ഗുരുവേ, അങ്ങ് എന്നോട് ക്ഷമിക്കണം. മാർപ്പ അദ്ദേഹത്തിനെ തലയിൽ തൊട്ടുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതാ നിന്റെ പാപങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. നീ ഓരോ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അവ പൊളിക്കുമ്പോഴും നിന്റെ പാപങ്ങൾ ഓരോന്നായി തീരുകയായിരുന്നു. മിലാരപ്പയ്ക്ക് മനസ്സിന് അപ്പോൾ തന്നെ വളരെയധികം ആശ്വാസം തോന്നി. മിലാരപ്പ അദ്ദേഹത്തിന്റെ ഗുരുവിനോടൊപ്പം ചേർന്ന് യോഗയും ധ്യാനവും ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ആത്മചൈതന്യം ഉടലെടുത്തു. അദ്ദേഹം സ്വയം ഒരു ദൈവമായിട്ട് മാറാനായിട്ട് തുടങ്ങി. പതുക്കെ അദ്ദേഹം ആഹാരം പോലും വേണ്ടെന്ന് വെക്കാനായിട്ട് തുടങ്ങി. സൂര്യപ്രകാശത്തിൽ നിന്ന് സ്വയം ഊർജം സ്വീകരിച്ച് അതിനെ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കുന്ന ഒരു വിദ്യ അദ്ദേഹം പഠിച്ചു. പറക്കാനും അദൃശ്യനാകാനും അദ്ദേഹത്തിന് കഴിവ് ലഭിച്ചു. ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഇതെല്ലാം പഠിച്ചെടുത്ത അദ്ദേഹം പിന്നീട് പോയത് കൈലാസ പർവ്വതത്തിലേക്കായിരുന്നു. കൈലാസം കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ ഒരു ശിഖരത്തിൽ, ഒരു ഗുഹയിൽ അദ്ദേഹം എന്നേക്കുമായി തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. കൈലാസ പർവ്വതത്തിലേക്ക് പറന്നിറങ്ങുന്ന ദിവ്യപ്രകാശത്തെ കണ്ടുകൊണ്ട് അദ്ദേഹം ധ്യാനത്തിലിരുന്നു. ധ്യാനത്തിലിരുന്ന അദ്ദേഹത്തിന് അനവധി സിദ്ധികൾ ലഭിക്കുകയും ചെയ്തു. ടിബറ്റിലെ ജനങ്ങൾക്ക് ഇന്നും എന്നും കാണപ്പെട്ട ദൈവമാണ് മിലാരപ്പ. അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന്റെ ശില്പം നിർമ്മിച്ചു വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ്. നമ്മുടെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്തരം അവിശ്വസനീയമായ കഥകളുമായി ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ, ഗുഡ് ബൈ.